നരകം എവിടെയാണെന്ന് കാണണോ മോളെ? അല്ലാഹുവിന്റെ നരകം നിനക്കൊക്കെ കാണണോ? എങ്കിലും കൊണ്ടുവരുവടി പൊന്നുമോളെ. നിന്റെ കണ്ണിന്റെ ഉള്ളില് അല്ലാഹു സുബ്ഹാനഹു വ തആല നരകത്തെ കൊണ്ടുവരുന്ന ഒരു ദിവസമുണ്ടടാ. കാണുമടാ ചെറുപ്പക്കാരാ, എന്റെ യുവത്വത്തോട് പറയുകയാണ്, 3000 കൊല്ലം അല്ലാഹു കത്തിച്ച ഭയാനകമായ നരകമുണ്ടല്ലോ. ആ നരകത്തെ അല്ലാഹു നിന്റെ കണ്ണിന്റെ മുമ്പിൽ കൊണ്ടുവരുമടാ ചെറുപ്പക്കാരാ. എപ്പോഴാണെന്നറിയോ? ഇസ്രാഫീൽ എന്ന് പറയുന്ന മലക്ക്, സൂർ എന്ന് പറയുന്ന കാകളത്തിൽ രണ്ടാമത് മൂതുന്ന ഒരു ദിവസമുണ്ടടാ പൊന്നുമോര്. അന്ന് വെങ്കര പള്ളിയുടെ ഖബർസ്ഥാനിൽ നിന്ന് നീയൊക്കെ എഴുന്നേറ്റ് വരുന്ന ഒരു ദിവസമുണ്ട്. പട്ടിയുടെ കോലത്തിൽ, പന്നിയുടെ കോലത്തിൽ, കഴുതയുടെ രൂപത്തിൽ, പേപ്പട്ടിയെ പോലെ വരുന്നവർ, നടന്നു വരുന്നവർ, എഴഞ്ഞു വരുന്നവർ, മുഖത്ത് മാംസമില്ലാത്തവർ, കുഷ്ഠരോഗികളെ പോലെ വരുന്നവർ, മലയോളം വലിപ്പമുള്ള വയറ് വലിച്ചു കൊണ്ടുവരുന്നവർ, മലദ്വാരത്ത് കുടികുത്തി വെച്ച് വരുന്നവർ, ഇതുപോലെ പേപ്പട്ടിയെ പോലെ നാക്കിങ്ങനെ നീട്ടിയിട്ട് കടന്നു വരുന്നവർ, രണ്ട് നാവുമായി കടന്നു വരുന്നവർ, പൊഴുത്തു നാറിയവരെ പോലെ ദുർഗന്ധമടിക്കുന്ന കോലത്തിൽ കടന്നു വരുന്നവർ, ഇതുപോലെ ഉടുതുണിയില്ലാതെ ഞാനും നിങ്ങളും അല്ലാഹുവിന്റെ കോടതിയിലേക്ക് കടന്നു വരും പെങ്ങള്. അന്ന് നിന്റെ മുഖത്ത് വല്ലാത്ത ഭയമാ, നിനക്ക് വല്ലാത്ത പേടിയാ. നിന്റെ തല പോലും ഒന്ന് ഉയർത്തി നോക്കാ നിനക്ക് ഭയമുള്ള ദിവസമാ. അങ്ങനെ നാളെ പടച്ച റബ്ബിന്റെ കോടതിയിലേക്ക് കടന്നു വരുമ്പോ ചൂടെടുക്കുന്നോ ചെറുപ്പക്കാരാ? ഇട്ടിരിക്കുന്ന ഫർദയുടെ ഉള്ളിലൂടെ വിയർപ്പ് തുള്ളി ഒഴുകുമ്പോ സങ്കടപ്പെടുന്ന ഉമ്മ, ഇതൊക്കെ വിയർപ്പാണോ ഉമ്മ? എന്റെ ചെറുപ്പക്കാരാ, ചൂടാണോ മോനെ? 11:45 അതാ 15 കോടി 15 ലക്ഷം കിലോമീറ്റർ മുകളിലാണ് സൂര്യൻ നിൽക്കുന്നത്. ആ സൂര്യൻ അസ്തമിച്ചിട്ട് 5 മണിക്കൂർ കഴിഞ്ഞിട്ടും നിനക്ക് ചൂടാ, വിയർപ്പാ. സുബ്ഹാനല്ലാഹ്, ചൂടുള്ള നാളുണ്ടേ ഖിയാമം നാളാ. ചുരുക്കി പറഞ്ഞാൽ എന്തു ഹാലാ ചൂളാ. വന്തോഷ വണ്ടിയോ ആയി വരുന്നേ കാളാ. ക്ഷീണത്തിനാലുലേക്കുന്നതാണേ ഈള. സുഹൃത്തുക്കളെ തിളയ്ക്കുന്നതാണേ മൂള. അമലൊന്നുമില്ല തങ്ങു ചെന്നാ കോള. നാളെ നിന്റെ ഉമ്മ ചോറ് വെക്കുമ്പോ അടുക്കളയിൽ പോകണേ ചെറുപ്പക്കാരാ, പോകണേ പെൺകുട്ടികള്. നിന്റെ ഉമ്മ നാളെ വീടിന്റെ അടുക്കളയിൽ ഇരുന്ന് ചോറ് വെക്കുമ്പോ ആ കലത്തിനകത്ത് കിടന്ന് ചോറിങ്ങനെ തിളയ്ക്കുകയാണ്. അതിങ്ങനെ മുകളിലൂടെ വെളിയിലേക്ക് ഇങ്ങനെ വീഴുകയാണ്. ഇങ്ങനെ കാണുന്ന ഉമ്മ, നാളെ നിന്റെ തലയോട്ടിക്കകത്ത് കിടക്കുന്ന തലച്ചോറുണ്ടല്ലോ, അത് മുഖത്തുകൂടെ ഒഴുകുന്ന ദിവസമാണ് മസറ. അല്ലാഹുവിന്റെ കോടതിയിലെ ഞാനും നിങ്ങളും പേടിച്ച് വിറച്ചവരെ പോലെ ഉടുതുണിയില്ലാതെ യൗമ യഫിറുൽ മർഉ മിൻ അഖീഹി വ ഉമ്മിഹി വ അബീഹി വ സ്വഹിബതിഹി വ ബനീഹി. വാപ്പയില്ല, ഉമ്മയില്ല, ഭർത്താവില്ല, ഭാര്യയില്ല, മക്കളില്ല, കൂടപ്പറപ്പില്ല, ഒരാളും സഹായിക്കാനില്ലാതെ നാളെ പടച്ച റബ്ബിന്റെ കോടതിയിൽ ഞാനും നിങ്ങളും പേടിച്ച് വിറച്ചു നിൽക്കുമ്പോ നരകത്തിന്റെ കാവൽക്കാരനായ മാലിക് എന്ന് പറയുന്ന മലക്കിനോട് ജിബ്രീൽ വിളിച്ചു പറയുന്നു, മാലിക്കേ നരകത്തെ കൊണ്ടുവാ മാലിക്, നരകത്തെ കൊണ്ടുവാ മാലിക്. അല്ലാഹുവേ, കടലിൽ കിടക്കുന്ന വള്ളം വലിച്ചെടുക്കുന്നത് പോലെയല്ലടാ ചെറുപ്പക്കാരാ. 70,000 ചങ്ങല എടുത്തുകൊണ്ട് വരികയാ.
70,000 ചങ്ങല എടുത്തുകൊണ്ടുവന്ന നരകത്തെ അങ്ങ് കെട്ടുമടാ പൊന്നുമോരെ. പെങ്ങളെ ചങ്ങല കണ്ടിട്ടുണ്ടല്ലോ, കൊളുത്തുകൾ ചേർത്തു വെച്ചല്ലേ ചങ്ങല ഉണ്ടാക്കുന്നത്. ആ ചങ്ങലയിലെ കൊളുത്തിന്റെ വലുപ്പം നിനക്കറിയോ? അല്ലാഹുവിന്റെ നരകം വലിച്ചു കൊണ്ടുവരുന്ന ചങ്ങലയിലെ കൊളുത്തിന്റെ വലുപ്പം ഈ കാണുന്ന ദുനിയാവിനെക്കാളും വലുതാ. അങ്ങനെയുള്ള ചങ്ങലകൾ കൊണ്ട് കെട്ടിയ 70,000 ചങ്ങല കൊണ്ട് നരകത്തെ കെട്ടുകയാണ്. ഒരു ചങ്ങലയിൽ 70,000 മലക്കുകൾ കരഞ്ഞു വിളിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ നരകം കൊണ്ടുവരുമ്പോ കാണും ചെറുപ്പക്കാരാ, കാണും പെങ്ങള്, അല്ലാഹുവിന്റെ ഖുർആനാ പറയുന്നത്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, ദുനിയാവ് വലിച്ചെറിയടാ മോനെ, ആഗ്രഹങ്ങൾ വലിച്ചെറിയടാ മോനെ. എന്റെ പ്രിയപ്പെട്ട പെങ്ങള്, അബൂദർ എന്ന് പറയുന്ന സ്വഹാബിയുടെ സ്വഭാവം എന്തെന്നറിയോ? ദുനിയാവിനോട് വെറുപ്പാണ്. ആ സ്വഹാബിക്ക് പണം വേണ്ട, ആ സ്വഹാബിക്ക് അധികാരം വേണ്ട, ആ സ്വഹാബിക്ക് ആരുടെ മുമ്പിലും വലിയവനാകണ്ട, ഒരു സ്ഥാനമാനത്തിനോടും ആഗ്രഹമില്ല, കൊട്ടാരം പണിയണമെന്നുള്ള മോഹമില്ല, ഒരുപാട് തിന്നണം, ഒരുപാട് കുടിക്കണം, ഒരുപാട് ധരിക്കണം, ആ സ്വഹാബിയുടെ ചിന്തയല്ല. പടച്ചവനെ ഒന്നും കരുതി വെക്കാറില്ല. അബൂദർ എന്ന് പറയുന്ന സ്വഹാബി നാളത്തേക്ക് വേണ്ടി ഒന്നും കരുതി വെക്കാറില്ല. കാരണം അല്ലാഹുവിന്റെ ഖുർആനിൽ ഒരു ആയത്ത് ഇറങ്ങി, നിങ്ങൾ നാളത്തേക്ക് വേണ്ടി കരുതി വെക്കാൻ പാടില്ല. പടച്ചവനെ നിങ്ങൾ പണം കൂട്ടി വെക്കരുത്. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിൽ ഒരു ആയത്ത് ഇറങ്ങിയപ്പോ അബൂദർ എന്ന് പറയുന്ന സ്വഹാബി തന്റെ സമ്പാദ്യം മുഴുവനും പാവങ്ങൾക്ക് കൊടുക്കുകയാണ്. എത്ര കിട്ടിയാലും വൈകുന്നേരം തികയ്ക്കാറില്ല. തന്റെ കയ്യിൽ എന്ത് കിട്ടിയാലും അത് പാവങ്ങൾക്ക് കൊടുക്കുകയാണ്. പണം കൂട്ടി വെക്കുന്നവനെ ഇഷ്ടമല്ല. എന്ന് പറയുന്ന സ്വഹാബിക്ക് പണം കൂട്ടിവെക്കുന്നവരെ ഇഷ്ടമല്ല. വലിയ വീട് വെച്ച് കഴിഞ്ഞാൽ വലിയ വീടുള്ള സഹാബിയുടെ വീടിന്റെ മുറ്റത്ത് ചെന്നിട്ട് പറയും, എന്തിനാ ഇതൊക്കെ കൂട്ടി വെച്ചിരിക്കുന്നത്? നാളെ അല്ലാഹു നിന്റെ കഴുത്തിൽ തീയായത് തൂക്കും സ്വഹാബി. അവിടെ നിന്ന് വിളിച്ചു പറയുകയാണ്, ആരെങ്കിലും പൈസ കൊണ്ട് നടക്കുന്നത് കണ്ടാൽ അബൂദർ പിടിച്ചു വാങ്ങിയിട്ട് പാപങ്ങൾക്ക് കൊടുക്കുമായിരുന്നു. അവസാനം പരാതിയായി എല്ലാവരും നബി തങ്ങളുടെ മുമ്പിൽ ചെന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, വല്ലാത്ത ഉപദ്രവമാ നബിയേ. വീടിന്റെ മുമ്പിൽ വന്ന് വഅദ് പറയുന്നു നബിയേ, ഞങ്ങളുടെ പൈസ പിടിച്ചു വാങ്ങിയിട്ട് പാപങ്ങൾക്ക് കൊടുക്കുന്നു നബിയേ. അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, അബൂദർ എന്തേ നീ ഇങ്ങനെ കാണിക്കുന്നത്? യാ റസൂലല്ലാഹ്, കൂട്ടി വെക്കരുതെന്ന് അല്ലാഹു പറഞ്ഞില്ലേ നബിയേ? നബി തങ്ങൾ മിണ്ടിയില്ല. അല്ലാഹുവിന്റെ റസൂലിന്റെ വഫാത്ത് കഴിഞ്ഞു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല ഭരണാധികാരിയായി. അപ്പോഴും അബൂബക്കറിന്റെ കാലഘട്ടത്തിലും അബൂദറിന്റെ സ്വഭാവം ഇങ്ങനെയാണ്. ഉമർ തങ്ങളുടെ കാലഘട്ടത്തിലും അങ്ങനെയാണ്. ഉസ്മാൻ തങ്ങളുടെ കാലഘട്ടത്തിലും അങ്ങനെയാണ്. വല്ലാതെ പരാതി കൂടുകയാണ്. അവസാനം അബൂദർ എന്ന് പറയുന്ന സ്വഹാബിയെ ഉസ്മാൻ റളിയല്ലാഹു തആല ന്റെ കാലഘട്ടത്തിൽ അവിടെ നാട് കടത്തുകയാണ്. അങ്ങനെ ആരാരുമില്ലാതെ മരുഭൂമിയുടെ ഒരു ഭാഗത്ത് അബൂദർ റളിയല്ലാഹു തആല ഒരു ചെറിയ വീട് കെട്ടി താമസിക്കുകയാ. റബ്ബേ, പരിസരത്ത് പോലും ഒരാളുമില്ല, ഒരാൾ പോലും പരിസരത്തില്ല. അബൂദർ എന്ന് പറയുന്ന സ്വഹാബി ഒറ്റയ്ക്ക് ജീവിക്കുകയാ. അവിടുത്തെ കുടുംബവുമായി കഴിയുകയാണ്. അവസാനം അവിടെ നിന്ന് മരണമെടുത്തപ്പോ ഇന്നത്തെ സഹോദരിമാര് പഠിക്കണേ, ഇന്നത്തെ ചെറുപ്പക്കാര് പഠിക്കണേ. അബൂദർ എന്ന് പറയുന്ന സ്വഹാബി എന്ത് ചെയ്തെന്നറിയോ? തന്റെ മക്കളെ വിളിച്ചിട്ട് പറയുന്നു, മക്കളെ ഉപ്പാന വെറുക്കല്ലേ, ഉപ്പാന വെറുക്കല്ലേ. നിങ്ങൾ
നിങ്ങൾക്ക് വേണ്ടി ഞാനൊന്നും കരുതി വെച്ചിട്ടില്ല, നിങ്ങൾക്ക് വേണ്ടി ഞാനൊന്നും കരുതി വെച്ചിട്ടില്ല. അബൂദർ എന്ന് പറയുന്ന സ്വഹാബിയുടെ കയ്യിലൊന്നുമില്ലായിരുന്നു. പടച്ചവനെ വല്ലാത്തൊരവസ്ഥയിൽ കിടക്കുകയാണ്. വല്ലാത്തൊരവസ്ഥയിൽ കിടക്കുമ്പോ അബൂദർ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഭാര്യ ഇരുന്ന് കരയുകയാ. അബൂദർ എന്ന് പറയുന്ന സ്വഹാബിയുടെ പ്രിയപ്പെട്ട ഭാര്യ ഇരുന്ന് കരയുകയാണ്. ഭർത്താവ് മരിക്കാൻ കിടക്കുന്ന സമയത്ത് അവിടെ കിടന്ന് കരയുമ്പോ അബൂദർ ചോദിക്കുന്നത്, എന്തിനാ പെണ്ണേ നീ കരയുന്നത്? എന്തിനാ പെണ്ണേ നീ കരയുന്നത്? അബൂദർ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഭാര്യയോട് ചോദിക്കുമ്പോ അവിടെ നിന്ന് പറഞ്ഞ മറുപടി എന്തെന്നറിയോ? അല്ലാഹുവേ, നിങ്ങൾ മരിച്ചു കഴിഞ്ഞാ ആരാ നിങ്ങളെ കുളിപ്പിക്കുന്നത്? ആരാ നിങ്ങളുടെ മയ്യത്ത് കുളിപ്പിക്കുന്നത്? പടച്ചവനെ, ആരാ നിങ്ങളുടെ മയ്യത്ത് പൊതിയുന്നത്? കഫം തുണി പോലുമില്ലല്ലോ. നിങ്ങളുടെ ജനാസ പൊതിയാൻ കഫം തുണി പോലുമില്ലല്ലോ. ആരാ നിങ്ങളുടെ മയ്യത്ത് കുളിപ്പിക്കുന്നത്? ആരാ മയ്യത്ത് പൊതിയുന്നത്? ആരാണ് നിങ്ങളുടെ മയ്യത്ത് നിസ്കരിക്കുന്നത്? ആരാ നിങ്ങളെ കബറടക്കുന്നത്? പടച്ചവനെ, അതിന്റെ സങ്കടം കൊണ്ട് കരയുകയാണ്. അപ്പോഴാണ് അബൂദർ എന്ന് പറയുന്ന സ്വഹാബി പറയുകയാ, ഞാൻ മരിച്ചു കഴിഞ്ഞാ എന്റെ ജനാസ നിങ്ങൾ വഴിയിൽ ഇറക്കി വെക്കണം. എന്റെ ജനാസ നിങ്ങൾ വഴിയിൽ ഇറക്കി വെക്കണം. അതാ ഉംറ കഴിഞ്ഞൊരു സംഘം വരുന്നത് കാണാ. ഉംറ കഴിഞ്ഞു വരുന്നവരെ കാണാ. നിങ്ങൾ അവരോട് പറയണം, അല്ലാഹുവിന്റെ പ്രവാചകന്റെ സ്വഹാബിയാ, നബി തങ്ങളുടെ സ്വഹാബിയാ, കഫം തുണി പോലും പടച്ചവരെ കയ്യിലില്ലാത്ത സ്വഹാബിയാ, അവരുടെ കയ്യിലിരിക്കുന്ന ഇഹ്റാമിന്റെ വസ്ത്രത്തില് എന്റെ ജനാസ പൊതിഞ്ഞിട്ട് കബറടക്കാൻ പറഞ്ഞാ മതി, ആള് വരുമെന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. അബൂദർ റളിയല്ലാഹു തആല അൻഹു ലോകത്തോട് വിട പറയുകയാണ്. പടച്ചവനെ, 3 പെൺകുട്ടികളാണ്, 3 പെൺമക്കളാണ്. അബൂദർ എന്ന് പറയുന്ന സ്വഹാബികളുടെ ജനാസ എടുത്തു. ആ മക്കൾ കൊണ്ടുപോയി നടന്നു വരുന്ന വഴിയോരത്ത് കൊണ്ടുവെക്കുകയാണ്. പടച്ചവനെ, വാപ്പ പറഞ്ഞതുപോലെ ഒരു സംഘം വരികയാണ്. 30ഓളം വരുന്ന ഒരു സംഘം ഉംറ കഴിഞ്ഞ് കടന്നു വരികയാണ്. മഹാനായ സൽമാനുൽ ഫാരിസ് റളിയല്ലാഹു തആല അൻഹു അതിന്റെ അമീറാണ്, അതിന്റെ അമീറാണ്. പടച്ചവനെ, ഈ പെൺകുട്ടികൾ മാറി നിന്നിട്ട് വിളിച്ചു പറയുന്നു, ഞങ്ങളുടെ വാപ്പയാണ്, അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഹാബിയാണ്. നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഇഹ്റാമിന്റെ വസ്ത്രത്തിൽ ഞങ്ങളുടെ വാപ്പയുടെ ജനാസയൊന്ന് പൊതിഞ്ഞിട്ട് നിങ്ങളൊന്ന് കബറടക്കണേ എന്ന് മാറി നിന്ന് വിളിച്ചു പറയുമ്പോ സൽമാൻ തങ്ങൾ ചിന്തിക്കുന്നു, അല്ലാ, ആരാ പടച്ചവനെ, ആരാ പടച്ചവനെ, കഫം തുണി പോലുമില്ലാത്ത പാവപ്പെട്ട ദരിദ്രനായ സ്വഹാബിയാരാ? മുഖത്തിട്ടിരുന്ന തുണിയങ്ങ് മാറ്റുമ്പോ മഹാനായ അബൂദറിൽ ഗിഫാരി, പടച്ചവനെ, അബൂദർ ഗിഫാരി റളിയല്ലാഹു തആല അൻഹു, ഈ സ്വഹാബിയാണ് മലക്കുകളെ സ്നേഹിച്ചിരുന്നത്. ഈ സ്വഹാബിയാണ് അല്ലാഹുവിന്റെ മലക്കുകൾ പരിചയമുണ്ടായത്. അതുകൊണ്ട് വഅദ് കേൾക്കാമെന്നവരോട് പറയുകയാ, ദുനിയാവ് വലിച്ചെറിയടാ ചെറുപ്പക്കാരാ, അധികാരം വേണ്ട മോനെ, അധികാരം വേണ്ട മോനെ, കൊട്ടാരങ്ങൾ വേണ്ട മോനെ, ഒരുപാട് സമ്പത്ത് വേണ്ട മോനെ. നിങ്ങളെ നിനക്ക് വല്ലാത്ത ആർത്തിയാണ്. എങ്ങനെയും പണമുണ്ടാക്കണമല്ലോ, എങ്ങനെയും പണമുണ്ടാക്കണമല്ലോ. അതിനല്ലേടാ കൊച്ചുകുട്ടികൾക്ക് കഞ്ചാവ് വാങ്ങിക്കൊടുക്കുന്നത്, മയക്കുമരുന്ന് കച്ചവടം നടത്തുന്നത്, കൊട്ടേശം പണിക്ക് പോകുന്നത്. പണമുണ്ടാക്കാനല്ലേ ചെറുപ്പക്കാരാ? ആർക്ക് വേണമടാ മോനെ? പണം കൊണ്ട് നിനക്കെന്ത് നേടാനാ പൊന്നുമോനെ? അല്ലാഹു നിശ്ചയിച്ചതല്ലാതെ ഒന്നും നിനക്കുണ്ടാകില്ലടാ. എന്തിനാ വാരിക്കൂട്ടുന്നത്? എന്തിനാണ്? ഹറാമിനോട് വല്ലാത്ത ആഗ്രഹമാണ്. വേണ്ട ചെറുപ്പക്കാരാ, അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞല്ലോ, ഒരു വീട്ടിൽ 2 പാവങ്ങൾ ചെയ്താ അവരുടെ ആയുസ് കുറയുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ
അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, രണ്ട് പാപം നിങ്ങളുടെ നാട്ടിലെ ഏത് വീട്ടിൽ നടക്കുന്നുണ്ടോ ആ വീട്ടുകാരുടെ ആയുസ് കുറയും. അല്ലാഹു നമ്മളെ കാക്കുമാറാകട്ടെ. ഉറക്കെ പറ, അല്ലാഹു നമ്മളെ കാക്കുമാറാകട്ടെ. അല്ലാഹു നമ്മളെ കാക്കുമാറാകട്ടെ. ആ രണ്ട് പാപങ്ങളിൽപ്പെട്ട ഒരു പാപം ഹറാമായ സമ്പത്ത് ഏത് വീട്ടിലുണ്ടോ? ഈ പലിശ കച്ചവടം നടത്തുന്ന എവനെങ്കിലും ഇത് വാഴാറുണ്ടോ? പലിശ കച്ചവടം നടത്തുന്നവനില്ലേ, പിടിച്ചുപറിക്കുന്നവനില്ലേ, ഇവിടെ താൽക്കാലിക കാര്യങ്ങൾ നടക്കും, അത്രേ ഉള്ളൂ. നിന്റെ താൽക്കാലിക കാര്യങ്ങൾ നടക്കും, മൊത്തവും പോകും. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരൻ, നിനക്ക് തിന്നാനുള്ള യോഗം ഉണ്ടാകില്ല, നിനക്കതുകൊണ്ട് ആസ്വദിക്കാനും സുഖിക്കാനും ഒന്നും നിനക്ക് അതിനുള്ള യോഗ്യത ഉണ്ടാകില്ല. എല്ലാം പോകും. നിന്റെ ആയുസ് അല്ലാഹു വെട്ടിക്കുറയ്ക്കും. അല്ലാഹു നമ്മളെ കാക്കുമാറാകട്ടെ. ഉറക്കെ പറ, അല്ലാഹു നമ്മളെ കാക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരി, നിനക്ക് സമ്പത്തിനോട് വല്ലാത്ത ആർത്തിയ എന്നറിയില്ല. പെണ്ണുങ്ങൾ തന്നെ, പെണ്ണുങ്ങൾക്ക് പണത്തിനോട് വല്ലാത്ത ആഗ്രഹം. ഇവിടെ ഹറാമോ ഹലാലോ ഒന്നും നോക്കാറില്ല. ഭർത്താവ് നല്ല മനുഷ്യനാ, ഭർത്താവിനെ കൊണ്ട് ജയിപ്പിക്കുന്ന പെണ്ണുങ്ങളുണ്ട്. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്തിൽ നബി തങ്ങൾ പെണ്ണുങ്ങളോട് ചോദിച്ചു, ഒരു സ്വർഗത്തിന്റെ അവകാശിയെ ഞാൻ കാണിച്ചു തരട്ടെ, ഒരു സ്വർഗത്തിന്റെ അവകാശിയായ ഒരു പെണ്ണിനെ ഞാൻ കാണിച്ചു തരട്ടെ. എല്ലാരും ചോദിച്ചു, ആരാ നബിയെ? എല്ലാരും വിചാരിച്ചു ഞാനായിരിക്കും. എല്ലാ സഹാബി വനിതകളും വിചാരിച്ചു, എന്റെ പേര് പറയും, എന്റെ പേര് പറയും, എന്റെ പേര് പറയും. എല്ലാരും എന്റെ പേരെന്ന് നോക്കിയിരിക്കുക. അപ്പോഴാ നബി തങ്ങൾ പറയുന്നത്, അതുകൊണ്ട് ആ പോണ പെണ്ണില്ലേ, അതുകൊണ്ട് നടന്നു വന്നൊരു പെണ്ണില്ലേ, ആ പെണ്ണ് സ്വർഗത്തിലാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. പെണ്ണുങ്ങൾ നോക്കുമ്പോൾ ഒരു വിറക് വെട്ടുകാരന്റെ ഭാര്യ, വിറക് വെട്ടി ജീവിക്കണ ഒരു പാവപ്പെട്ടവന്റെ ഭാര്യയാണ് നടന്നു പോണേ. എല്ലാ പെണ്ണുങ്ങളും കൂടെ ഓടി ചെന്നിട്ട് ചോദിച്ചു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നീ സ്വർഗത്തിലാണെന്ന്, നീ എന്ത് നന്മയാ ചെയ്യണേ? ഞാൻ നിസ്കരിക്കും, ഖുർആൻ ഓതും, ദിക്റുകൾ പറയും, സദഖ, ഇതൊക്കെ ഞങ്ങളും ചെയ്യുന്നുണ്ട്. പെണ്ണുങ്ങൾ പറയും, ഇതിനേക്കാളും നീ ചെയ്യുന്നതിനേക്കാളും കൂടുതൽ ഞങ്ങൾ ചെയ്യുന്നുണ്ട്. നീ പ്രത്യേകമായിട്ട് എന്തെങ്കിലും ചെയ്യാറുണ്ടോ? നീ പ്രത്യേകമായിട്ട് എന്തെങ്കിലും ചെയ്യാറുണ്ടോ? നീ സ്വർഗത്തിലാണെന്ന് നബിതങ്ങൾ പറഞ്ഞിരിക്കുന്നു. ഈ പെണ്ണിങ്ങനെ ആലോചിച്ചു. എന്നിട്ട് അവള് പറഞ്ഞു, എന്റെ ഭർത്താവ് രാവിലെ ജോലിക്ക് വേണ്ടി ഇറങ്ങി പോകുമ്പോ, എന്റെ ഭർത്താവ് വിറക് വെട്ടുകാരനാണ്, അദ്ദേഹം രാവിലെ മഴുവെടുത്തുകൊണ്ട് ജോലിക്ക് വേണ്ടി ഇറങ്ങി പോകുമ്പോ ഞാൻ കൈ പിടിക്കും, ഭർത്താവിന്റെ കൈ പിടിച്ചിട്ട് പറയും, വൈകുന്നേരം ഈ വീട്ടിലേക്ക് വരുമ്പോ ഹറാമായ ഭക്ഷണമോ ഹറാമായ പൈസയോ കൊണ്ടുവരാൻ പാടില്ല. ഭർത്താവ് ജോലിക്ക് ഇറങ്ങി പോകുമ്പോ ഭാര്യ ഭർത്താവിന്റെ കൈ പിടിച്ചിട്ട് പറയാ, നിങ്ങൾ വൈകുന്നേരം ഈ വീട്ടിലേക്ക് വരുമ്പോ അല്ലാഹുവിനെ ഓർത്തിട്ട് ഹറാമായ 5 നയാ പൈസ ഈ വീട്ടിൽ കൊണ്ടുവരരുത്, ഹറാമായ പൈസ കൊടുത്ത് വാങ്ങിച്ച ഭക്ഷണവും കൊണ്ടുവരരുത്. പട്ടിണി കിടക്കാൻ ഞാൻ തയ്യാറാണ്, എനിക്കും എന്റെ മക്കൾക്കും ഹറാമ് തരാൻ പാടില്ല എന്ന് ഭർത്താവിന് ഓർമ്മപ്പെടുത്തുമായിരുന്നു. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. രാവിലെ ജോലിക്ക് പോകുന്ന ഭർത്താവിനോട് ഭാര്യ പറയാ, ഹറാമായ സമ്പത്തും ഹറാമായ ഭക്ഷണവും ഈ വീട്ടിൽ കൊണ്ടുവരരുത്, പട്ടിണി കിടക്കാൻ ഞാൻ തയ്യാറാണ്, അല്ലാഹുവിനെ ഓർത്തിട്ട് ഞങ്ങളെ തെറ്റിക്കരുത് എന്ന് ഭർത്താവിനോട് ഹറാമിനെ കുറിച്ച് ആ പെണ്ണ് ഓർമ്മപ്പെടുത്തുമായിരുന്നു. അതുകൊണ്ടാ സ്വർഗം. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. നമ്മുടെ ഭാര്യ അവൾക്ക് പൈസ മതി, എവിടെ നിന്ന് പോലും ചോദിക്കാറില്ല. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അത് ലോൺ എടുത്തിട്ടോ എന്ത് കണക്കില്ല, അവൾക്ക് വേണ്ടത് കൊടുക്കണം. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അല്ലാഹു നമ്മുടെ കുടുംബ ജീവിതത്തിൽ ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. ആരും പറഞ്ഞിട്ടുണ്ടോ, ഏതെങ്കിലും ഒരു ഭാര്യ നീ രാവിലെ ജോലിക്ക് പോകുമ്പോ ഭർത്താവിന്റെ കൈ പിടിച്ചിട്ട് പറയും, ഭർത്താവിന് എന്താ വിളിക്കണേ? മാപ്പിളയാണ്. ചീത്ത വിളിക്കാതിരുന്നാ മതിയില്ലേ, ചീത്ത വിളിക്കാതിരുന്നാ മതിയേ. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. കാലം അങ്ങനെയാണോ? ഞാൻ എന്റെ അനുഭവം പറയും. ഞാനൊരു വീട്ടിൽ ചെന്നപ്പോ ഒരു ഭർത്താവിനെ ഭാര്യ വിളിക്കുന്ന എടാതി, ഒരു ഭാര്യ തന്റെ ഭർത്താവിനെ വിളിച്ചത് എടാന്നാണ്. അങ്ങനെ വിളിക്കണം, എടാ വാടാ പോടാ വിളി, ഇല്ലെങ്കിൽ വിളിക്കുക അബൂബക്കറായി പേര് വിളിക്കും. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. പേര് വിളിക്കോ? ഓ മലക്കുകളല്ലേ. ചില പെണ്ണുങ്ങൾ ഭർത്താവിന്റെ പേര് വിളിക്കും. കാരണം അങ്ങനെ ആയി പോയി. കാരണം പ്രേമിച്ച് കെട്ടിയതല്ലേ, എടാ വാടാ പോടാന്ന് വിളിച്ചതല്ലേ.
പ്രേമിച്ച് കെട്ടിയതല്ലേ, അപ്പൊ പിന്നെ അങ്ങനെയൊക്കെയല്ലേ വിളിക്കത്തുള്ളൂ. എന്തിലൊക്കെ ആകട്ടെ, അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. പേര് വിളിക്കരുത് കേട്ടാ, ഭർത്താവിന്റെ പേര് വിളിക്കുന്നത് നല്ലതല്ല. പാപ്പാനെ വിളിക്കുന്നത് എങ്ങനെ? അബൂബക്കർ എന്ന. എന്റെ പേര് സിറാജ്, എന്റെ മോൻ എന്നെ സിറാജ് വാപ്പ സിറാജ് വാപ്പ എന്നാണ് വിളിക്കേണ്ടത്, അതോ വാപ്പാന്നാ വിളിക്കേണ്ടത്? എന്താ വിളിക്കണ്ടേ? എന്താണ് വിളിക്കണ്ടേ? നീ ഉമ്മാനെ വിളിക്കണ ഖദീജ ഉമ്മാന്നാ? പള്ളിയിൽ നാസർ ഉസ്താനെ കാണുമ്പോ ഉസ്താദ് എന്ന് വിളിക്കണം, നാസർ ഉസ്താദെ നാസർ ഉസ്താദ് എന്ന് വിളിക്കണം. എന്താ നിങ്ങൾ ഇങ്ങനെ ഇരിക്കണേ? എന്താണ് റിയാസ? ഉസ്താനെ വിളിക്കണേ എങ്ങനെ? ഉസ്താദ് എന്ന് വിളിക്കണോ, ഉസ്താദിന്റെ പേര് വിളിക്കണം? ഉസ്താദ് എന്നില്ല, അപ്പം വിവരമുണ്ടല്ലേ? എങ്ങനെ താത്താമാരെ വിളിക്കണ്ട? ഉസ്താദിനെ ഉസ്താദിന്റെ പേരെ വിളിക്കണ്ട. വാപ്പ, ഉമ്മ, ഗുരുനാഥൻ, ഭർത്താവ്, വയസ്സിന് മൂത്തവര്, അവർക്കൊക്കെ ഒരു യോഗ്യതയുണ്ട്. ആ യോഗ്യത കൊടുക്കണം. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഏയ് വിളിക്കാറില്ലേ പെണ്ണുങ്ങളില്ലേ? ഏയ് എന്താ വിളിക്കാ? ഇതേ അതെ ഇതേ ഇതേന്ന് വിളിക്കണ ഭർത്താവിനെ. അപ്പൊ അതേന്ന് വിളിക്കണത് ഭാര്യ. എന്തായാലും വിളി. കുടുംബജീവിതമൊക്കെ ഒരു പരുവത്തില്ല. അള്ളാഹു എല്ലാത്തിനെയും നന്നാക്കി തരുമാറാകട്ടെ. ആമിയും പറയട ചങ്ങായി. നിനക്കറിയാത്തോണ്ടാ നീ ചിരിച്ചുകൊണ്ടിരിക്കണം. ആമിയും അറിയാത്ത, നിനക്കറിയാത്ത കൊണ്ട് ആമിയും പറയാത്ത. ഓള് നന്നായില്ലെങ്കിൽ നിന്റെ കാര്യം പോക്കാം. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഇവിടെ ഭർത്താവ് എത്ര കൊലകൊമ്പനാന്ന് പറഞ്ഞിട്ടും കാര്യമൊന്നുമില്ല. പള്ളിയിലെ ഖത്തീബാണെന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? സിറാജ് വഴുതു പറയണ ഉസ്താദാ, സിറാജിന്റെ പെണ്ണുമ്പിള്ള ശരിയല്ലെങ്കിൽ വഴുതു പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. ഭാര്യ നല്ലവളല്ലെങ്കിൽ നീ എത്ര വലിയ നല്ലവനാണെങ്കിലും കാര്യമില്ല. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഇവിടെ നമ്മൾ നല്ലവനാ, നമ്മുടെ ഭാര്യ നല്ലവളല്ലെങ്കിൽ മക്കള് തലതിരിഞ്ഞു പോകും. മക്കള് പറഞ്ഞങ്ങാതി മക്കള് തലതിരിഞ്ഞ് തെളിവ് വേണോ? 950 കൊല്ലം ദഅവത്ത് നടത്തിയ നബിയ മഹാനായ നൂഹ് നബി അലൈഹിസ്സലാം. ചങ്ങായി ഒരു നബിയുടെ പേരാ പറഞ്ഞ, കൂട്ടുകാരൻ നൂഹിന്റെ പേരല്ല. മഹാനായ ശൈഖുൽ അംബിയ നൂഹ് നബി അലൈഹിസ്സലാം 950 കൊല്ലം രാവിലെ മുതൽ വൈകുന്നേരം വരെ അള്ളാഹയെ കുറിച്ച് പറഞ്ഞ നബി. ഈ നൂഹ് നബിയുടെ ഭാര്യ അള്ളാഹിനെ കൊണ്ട് വിശ്വസിച്ചോ? ഇല്ല. ഏറ്റവും കൂടുതൽ കാലം അള്ളാഹയെ കുറിച്ച് പറഞ്ഞ നബിയുടെ ഭാര്യ മുസ്ലിമായോ? പറകാക്ക മുസ്ലിമായോ? ഇല്ല. ഈ നൂഹ് നബിയുടെ മകൻ വെള്ളത്തിന്റെ അകത്ത് മുങ്ങുക, ചാകാൻ വേണ്ടി. വെള്ളക്കടലി തൂഫാൻ, വെള്ളത്തിന്റെ അകത്ത് ഇങ്ങനെ മുങ്ങുക. അപ്പൊ വാപ്പ കപ്പൽ കൊണ്ട് നിർത്തിയിട്ട് പറഞ്ഞു, എടാ യാ പുനയ്യ, ഉപ്പച്ചിയുടെ പൊന്നുമോനെ, ഇത് സാധാരണ വെള്ളപ്പൊക്കവും മഴയല്ലടാ, അള്ളാടെ അതാപാടാ. മര്യാദയ്ക്ക് വാപ്പ പറയണ കേക്ക് കപ്പലിൽ കയറി രക്ഷപ്പെടാ. നൂഹ് നബി തന്റെ മകനോട് പറയാ, എടാ വാപ്പ പറയ ഇത് അള്ളാന്റെ അദാബാ മോനെ, നീ ഇന്ന് എത്ര നോക്കിയാലും രക്ഷപ്പെടത്തില്ല. ഉപ്പാടെ കപ്പലിൽ കയറടാ പൊന്നുമോനെ. വാപ്പാടെ പണി നോക്കിക്കോ, ഞാൻ ആ മലയുടെ മുകളിൽ കയറി രക്ഷപ്പെടുമെന്ന്. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ആ നബിയുടെ മുമ്പിൽ കടന്ന് തന്റെ മകൻ മരിച്ചടോ. ലൂത്ത് നബി അലൈഹിസ്സലാം, അതും പ്രവാചകനാ. ഭാര്യ അള്ളാഹിനെ വിശ്വാസം ഇല്ലായിരുന്നു, മക്കളും വഴിപിഴച്ചു പോയി. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. പ്രവാചകനാ, ഭാര്യ അള്ളാഹിനെ വിശ്വാസമില്ലാത്തവളായി പോയി, മക്കള് തലതിരിഞ്ഞു പോയി. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. നീ രാവിലെ ജോലിക്ക് പോകുമ്പോ നിന്റെ മക്കൾ ആരെ ഏൽപ്പിച്ചിട്ടാ പോണേ? ആരെ ഏൽപ്പിച്ചിട്ടാ പോണേ? പറയട ചങ്ങായിമാരെ, ആരെ ഏൽപ്പിച്ചിട്ടാ പോന്നെ? എന്റെ പെണ്ണുമ്പിള്ള എടുത്ത് അവള് മൊബൈൽ എടുത്ത് മോളിലെടുത്ത് കൊടുത്തിട്ട് പറയും, റീൽസ് എടുക്ക്, ഞാൻ ആടാ. നല്ലവളല്ലെങ്കിലോ മൊബൈൽ എടുത്തിട്ട് ഉമ്മ മോളുടെ കൈ കൊടുത്തിട്ട് പറയും, നീ റീൽസ് എടുക്കണം. അല്ലാഹ് റഹ്മാനായ റബ്ബേ, ഉമ്മയുടെ ഡാൻസ് അങ്ങോട്ട് പിടിക്കും മോള്. അത് കഴിഞ്ഞിട്ട് മകള് പറയും, ഇനി ഉമ്മ പിടിക്കും, ഞാൻ ആടാം. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. എന്നിട്ട് രണ്ടുപേരും കൂടെ ഷെയർ ചെയ്യാൻ ലയിക്കുന്നുണ്ട്. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ആരുടെ കയ്യിലെ ഏൽപ്പിച്ചിട്ട് പോയ? ആമിന അടുത്ത്. നമ്മൾ ജോലിക്ക് പോകുമ്പോ നമ്മുടെ ഭാര്യ ആരെയും ഏൽപ്പിക്കട്ടെ? നമ്മുടെ ഭാര്യയുടെ കയ്യിൽ. ഓള് നല്ലവളല്ലെങ്കിൽ മക്കള് തലതിരിഞ്ഞു പോകും. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. നിങ്ങൾ ഒറ്റ കാര്യം ചോദിക്കട്ടെ, വാപ്പായ്ക്ക് മക്കള് വന്നിട്ട് ചോദിക്കും, ഉമ്മ ഞാൻ അവിടെ വരെ പൊക്കോട്ടെ, നീ പോയിട്ട് വാപ്പാനോട് ചോദിക്കണ്ടേ? വാപ്പാനോട് ചോദിക്കേണ്ടത് നീ പൊക്കോടാ.
വാപ്പാനോടും ചോദിക്കണം, നീ നിന്റെ കാര്യം നോക്ക്, കള്ളം പറയാൻ തുടങ്ങുന്നത്. എന്റെ പ്രിയപ്പെട്ട സഹോദരൻ, അള്ളാഹു നമ്മുടെ ഭാര്യമാരെ നന്നാക്കി തരുമാറാകട്ടെ. എന്റെ പൊന്നാര സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു വന്നത്, രാവിലെ ജോലിക്ക് പോകുന്ന ഭർത്താവിനോട് ഭാര്യ പറയുകയാ, ഹറാമായ പൈസയോ ഭക്ഷണമോ ഈ വീട്ടിൽ കൊണ്ടുവരരുത്, എനിക്ക് സ്വർഗമാ വേണ്ടത്, ദുആയ്ക്ക് ഇജാബത്ത് ഉണ്ടാകണം, എനിക്ക് രക്ഷപ്പെടണം, അല്ലാഹുവിന്റെ മുമ്പിൽ എന്റെ അമലുകൾ സ്വീകരിക്കണം, വേണ്ട കൊണ്ടുവരാൻ പാടില്ല എന്നൊരു പെണ്ണ് ഓർമ്മപ്പെടുത്തിയ അവർക്ക് സ്വർഗമുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ എന്റെ ചെറുപ്പക്കാരോട് പറയുന്ന മക്കളെ, ദുനിയാവ് വേണ്ടടാ, വലിച്ചെറിയടാ മോനെ. സമ്പത്തിനോട് എന്തിനാ ആർത്തി? എന്തിനാണ് മക്കളെ? സമ്പത്തിനോട് ആർത്തിയില്ല, അധികാരത്തോട് ആർത്തിയില്ല, കൊട്ടാരങ്ങളോട് ആർത്തിയില്ല, എല്ലാം വലിച്ചെറിയ മക്കള്. നിനക്ക് വേണ്ടതൊക്കെ അല്ലാഹു തരുമടോ. എന്റെ പ്രിയപ്പെട്ട യുവതലമുറ പഠിക്കേണ്ട ഏറ്റവും വലിയ പാഠമാണ്, പഠിച്ചവനെ ഉസ്താദേ പൈസയില്ലാതെ ജീവിക്കാൻ പറ്റൂല. ഇന്നെല്ലാവരും വല്ലാത്ത പറയുന്ന വാക്കാണ്, പണമില്ലാതെ ജീവിക്കാൻ കഴിയില്ല. പഠിച്ചവനെ എല്ലാവരും ഏത് വഴിയിലൂടെയും സമ്പാദ്യമുണ്ടാക്കുകയാണ്. എടാ, കള്ളിന് ലഹരിയുണ്ട്, കഞ്ചാവിന് ലഹരിയുണ്ട്, ഇതുപോലെ സമ്പത്തിനും ലഹരിയുണ്ടെന്ന് മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്. അതുകൊണ്ട് ഞാൻ എല്ലാവരോടും പറയുകയാ, എന്റെ ഉമ്മയുടെ ഗർഭാശയത്തിൽ കിടന്ന് 4 മാസം പ്രായമായപ്പോ ഒരു മലക്ക് വന്നിട്ട് എഴുതി വെച്ചു, സിറാജ്, മരിക്കുന്ന ദിവസം വരെ തിന്നുന്ന ഭക്ഷണത്തിന്റെ മുകളിൽ എന്റെ പേര് അല്ലാഹു എഴുതി വെച്ചിരിക്കുകയാ. ഞാൻ തിന്നുന്ന ഭക്ഷണം നിങ്ങൾ ഒരാളും തിന്നാറില്ല, നിങ്ങൾ എഴുതിയ ഭക്ഷണം ഞാനും കഴിക്കാറില്ല. അവനവന്റെ കാര്യങ്ങൾ മുഴുവനും അല്ലാഹു എഴുതി വെച്ചിരിക്കുകയാണ്. അത് നടക്കേണ്ടതുപോലെ നടക്കും ചെറുപ്പക്കാരാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മക്കളോട് പറയുകയാ, എല്ലാവരും പറയുന്നത് പണമുണ്ടെങ്കിലേ ജീവിക്കാൻ പറ്റുമെന്ന്. ഞാൻ പറയുമില്ലടാ ചെറുപ്പക്കാരാ, ജീവിക്കണമെങ്കിൽ പണം വേണ്ട പൊന്നുമോനെ, ജീവിക്കണമെങ്കിൽ പണം വേണമെന്ന് ആരാ പറഞ്ഞത്? ഈ വയല് കേൾക്കാൻ വന്നിരിക്കുന്നവരോട് ഞാൻ ചോദിക്കട്ടെ, നീ എന്തിനാ കഷ്ടപ്പെടുന്നത്? നീ എന്തിനാ ജോലി ചെയ്യുന്നത്? കടലിൽ പോയി മീൻ പിടിക്കുന്നവരുണ്ടല്ലോ, രാവിലെ മുതൽ വൈകുന്നേരം വരെ കിടന്ന് കഷ്ടപ്പെടുന്നവരുണ്ടല്ലോ. എന്തിനാ സഹോദരാ നീ കഷ്ടപ്പെടുന്നത്? നിന്റെ ഭാര്യക്കും നിന്റെ മക്കൾക്കും ഭക്ഷണം കൊടുക്കാനല്ലേ? നിന്റെ ഭാര്യക്കും നിന്റെ മക്കൾക്കും ഭക്ഷണം കൊടുക്കണം. ഒരാളുടെ മുമ്പിലും കൈ നീട്ടരുത്, ഭക്ഷണത്തിന് വേണ്ടി ഒരാളുടെ മുമ്പിലും കൈ നീട്ടരുത്. അല്ലാഹുവേ, അങ്ങനെ ഒരവസ്ഥ വരുത്തല്ലേ അല്ലാ. എല്ലാരും പറയുന്നത് പൈസ ഉണ്ടെങ്കിലേ ജീവിക്കാൻ പറ്റുമെന്ന, ഞാൻ പറയുന്നത് വേണ്ടെന്ന. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഉറക്കെ പറഞ്ഞ ഈമാൻ നൽകുമാറാകട്ടെ. ബോറടിക്കണുണ്ട? ഒറ്റ ചോദ്യം ഞാൻ ചോദിക്കട്ടെ, എല്ലാരും ജോലിക്ക് പോകുന്ന എന്തിനാ? തന്റെ ഭാര്യക്കും തന്റെ മക്കൾക്കും തിന്നാൻ കൊടുക്കണം വല്ലതും. നമുക്കും തിന്നണം, ഭാര്യക്കും മക്കൾക്കും ഭക്ഷണം കഴിക്കണം. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. അതിനെ ജോലിക്ക് പോണേ? അതിന് ജോലിക്ക് പോണോ? ഇവിടെ കഴിക്കാൻ ഭക്ഷണം വേണോ? കഴിക്കാൻ ഭക്ഷണം മതിയോ? നീ ജോലിക്ക് പോയി എത്ര ദിവസം നീ ജോലിക്ക് പോയി എത്ര ദിവസം നിനക്ക് ഭക്ഷണം കിട്ടും? എങ്കിൽ അല്ലാഹു പറയുകയാ, നിനക്ക് മരിക്കുന്ന കാലം വരെ തിന്നാനുള്ള ഭക്ഷണം ഞാൻ തരാം. ഒരു ദിവസമോ ഒരാഴ്ചയോ ഒരു മാസമോ ഒരു കൊല്ലമൊന്നുമല്ല, മരിക്കുന്ന കാലം വരെ നിന്റെ വീടിനകത്ത് തിന്നാനുള്ള ഭക്ഷണം ഞാൻ തരാം. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. ആര് തരാന്ന്? ആര് തരും? ഉറക്കപ്പുറ ആര് തരും? അല്ല പറയുന്നു, മരിക്കുന്ന കാലം വരെ ഈ ബങ്കരയിൽ ഏത് വീട്ടിൽ പട്ടിണി വന്നാലും നിന്റെ വീട്ടിൽ വരില്ല. ഈ നാട്ടിലെ ഏത് കോടീശ്വരന്റെ വീട്ടിൽ പട്ടിണി വന്നാലും മരിക്കുന്ന കാലം വരെ നിന്റെ വീട്ടിൽ തിന്നാനില്ലാത്ത ഒരു ദിവസം വരില്ല. മരിക്കുന്ന കാലം വരെ തിന്നാനുള്ള ഭക്ഷണം ഞാൻ തരും. നിനക്ക് മാത്രമല്ല, ഭാര്യക്കും തരാം, മക്കൾക്കും തരാം. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. അല്ല എങ്ങനെ പറ്റിക്കോ? അല്ല പറ്റിക്കോ? നിങ്ങൾ എന്റെ കൂടെ കൂട്. പറ്റിക്കോ? അല്ല തരാന്ന് പറഞ്ഞാൽ തരുവോ? ഉറപ്പാ. എങ്കിൽ അല്ലാഹു പറയുന്നു, മരിക്കുന്ന കാലം വരെ തിന്നാനുള്ള ഭക്ഷണം ഞാൻ തരും. ഒറ്റ ഒരു കാര്യം ചെയ്താൽ മതി. പൈസ വല്ലതും കൊടുക്കണോ? കൈക്കൂലി വല്ലതും കൊടുക്കണോ? അല്ല പറയുന്നു, 5 നയ ചെറുപ്പക്കാർക്ക് വേണ്ടി ഞാൻ പറയുന്നത്.
ഇന്നത്തെ പെണ്ണിനും ആണിനും ഞാൻ പറയണം, പൈസ ഉണ്ടെങ്കിലേ ജീവിക്കാൻ പറ്റൂ എന്ന് പറയുന്ന തലമുറയ്ക്ക് പഠിപ്പിച്ചിരുന്ന ഏറ്റവും വലിയ പാഠമാണ്. എടാ, അള്ളാഹ് പറയുന്നു, നീ എനിക്ക് പൈസ തരണ്ട, നീ ഉറക്ക ഒഴിയണ്ട, നീ കഷ്ടപ്പെടണ്ട, നീ രാവ് ഇങ്ങനെ നടക്കണോ. അള്ളാഹ് പറയുന്നു, മരിക്കുന്ന കാലം വരെ ഭക്ഷണം ഞാൻ തരാം, പക്ഷെ ഒറ്റ ഒരു നന്മ ചെയ്യണം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ, അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഒരേ ഒരു നന്മ, പൈസ ചെലവില്ല, കഷ്ടപ്പാടില്ല, ഉറക്ക ഒഴിയണ്ട, ഒരു ബുദ്ധിമുട്ടുമില്ലാത്ത ഒറ്റ നന്മ ചെയ്ത മരിക്കുന്ന കാലം വരെ തിന്നാനുള്ള ഭക്ഷണം അള്ളാഹു തരും. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ, അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. എന്താ ചെയ്യണ്ടേ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വഅ്മുർ അഹ്ലക ബിസ്സലാത്തി വസ്തബിർ അലൈഹാ ലാ നസ്അലുക റിസ്ഖാ നഹ്നു നർസുഖുക. അല്ലാഹ് പറയുകയാ, 5 നേരം പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിക്കുമ്പോ നീ നിസ്കരിച്ചാ മതി, മരിക്കുന്ന കാലം വരെ തിന്നാനുള്ള ഭക്ഷണം ഞാൻ തരാം. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഉറക്കപ്പറ. 5 നേരം അള്ളാഹുടെ പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിക്കുമ്പോ ആര് നിസ്കരിക്കുന്നുണ്ടോ ആ നിസ്കരിക്കുന്നവനും മരിക്കുന്ന കാലം വരെ തിന്നാനുള്ള ഭക്ഷണം അള്ളാഹു തരും. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ, അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഈ നാട്ടിൽ ഏറ്റവും നല്ല ഭക്ഷണം കഴിക്കുന്നത് ആരാ? ഈ ബംഗരയിൽ ഏറ്റവും നല്ല ഭക്ഷണം കഴിക്കണ ആരാ? നിങ്ങൾ എന്തോടെ ഇങ്ങനെ ഇരിക്കണേ? നിങ്ങളുടെ നാട്ടിൽ ഏറ്റവും നല്ല ഭക്ഷണം കഴിക്കണ ആളാരാ? നിങ്ങളുടെ പള്ളിയിലെ ഖത്തീബ്, അല്ലാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. ആരാ? നിങ്ങൾ എന്താ ഇങ്ങനെ ഇരിക്കണേ? ആരടോ? നിങ്ങളുടെ പള്ളിയിലെ ഉസ്താദോ ചങ്ങായി? നിങ്ങളുടെ പള്ളിയിലെ ഉസ്താദിന് ഇറച്ചിയില്ലാത്ത ദിവസമുണ്ടോ? നല്ല കഷ്ടം. നീ ഉണ്ടോ താത്ത? എല്ലാ ദിവസവും ഇറച്ചിയിലാണ് താത്ത ഒന്ന് കൈവക്കിക്ക്. എല്ലാ ദിവസവും നല്ല ചാളയും മത്തിയൊക്കെ കളഞ്ഞിട്ട് നല്ല മീൻ തിന്നാറുണ്ട്. പറ ഉസ്താദ്, വല്ലതും മേടിച്ചു തരാൻ കെട്ടിയവന്റെ അടുത്ത് പറയണേ. എടാ, എല്ലാ ദിവസവും ഏറ്റവും നല്ല ഭക്ഷണം കഴിക്കണം നിങ്ങളുടെ പള്ളിയിലെ ഉസ്താദാ. അല്ലാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. നിങ്ങൾ എന്തെങ്കിലും ഇരിക്കണം, അല്ലാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. ഏറ്റവും ചെറിയ ശമ്പളം ആർക്കാ? അത് ഉസ്താദിന്. കിളയ്ക്കാൻ എന്താ പറയാ, മറ്റേ ജോലിക്ക് പോണ മേശരിമാരുടെ ഒക്കെ പോലെ കൂലിപ്പണിക്ക് പോകുന്നവന് എന്താ ശമ്പളം? ഞങ്ങളുടെ നാട്ടിലൊക്കെ 900 കൊടുക്കുന്നു. മോനെ വെള്ളം എറിയാതെ കൂലിപ്പണിക്ക് പോകുന്നതിന് എത്ര ശമ്പളം ഉണ്ട്? 800, 900, 1000. പള്ളിയിലെ ഉസ്താദിന്റെ ശമ്പളം ഒന്ന് കാൽക്കുലേറ്ററിൽ അടിച്ചു നോക്കും. അല്ലാഹു കാത്തിരിക്കുമാറാകട്ടെ. ഏറ്റവും നല്ല ഭക്ഷണം ആർക്കാ? ഉസ്താദിന്. ഉസ്താദിന് ആകെ കിട്ടുന്നത് 15,000 അല്ലെങ്കിൽ 20,000. ഭാര്യക്കുണ്ട്, മക്കളുണ്ട്, സ്കൂളുണ്ട്, ട്യൂഷൻ ഉണ്ട്, മക്കൾക്ക് വസ്ത്രം കൊടുക്കണം, ഭാര്യക്ക് സ്വർണ്ണം എടുത്തു കൊടുക്കണം, കറങ്ങാൻ കൊണ്ടുപോകണം, തിന്നാൻ കൊടുക്കണം. എന്നിട്ട് ഉസ്താദ് ബാങ്കിൽ കൊണ്ടിടുക. അല്ലാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ.